നമുക്ക് പണത്തിൻ്റെ ആവശ്യം വന്നാൽ ബാങ്കുകളെ സമീപിക്കാറുണ്ട്. എന്നാൽ ഈ ബാങ്കുകൾക്ക് പണത്തിൻ്റെ ആവശ്യം വന്നാൽ ആരെയാണ് സമീപിക്കാറുള്ളത്? ബാങ്കുകൾക്ക് പണത്തിൻ്റെ ആവശ്യം വന്നാൽ അവർ ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്കിനെയാണ് സമീപിക്കുക. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദീർഘകാല വായ്പകൾ നൽകാറുണ്ട്. ഇത്തരം ദീർഘകാല വായ്പകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ ഈടാക്കുന്നു. ഈ പലിശ നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹ്രസ്വകാലത്തേക്കും അതായത് ഷോർട്ട് റണ്ണിലേക്കും ബാങ്കുകൾക്ക് കടം നൽകാറുണ്ട്. ഒരു ഈടിൻ്റെ മേലായിരിക്കും ഇത്തരം കടം നൽകുന്നത്. ഇതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ ഈടാക്കുന്നു. ഈ പലിശ നിരക്കിനെയാണ് റെപ്പോ റേറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ കൈവശം അധിക പണം വരുമ്പോൾ നമ്മളെല്ലാം ബാങ്കിൽ നിക്ഷേപിക്കാറുണ്ട്, അല്ലേ? അതുപോലെ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കയ്യിൽ അധികമായ ഡെപ്പോസിറ്റുകൾ വരുമ്പോൾ ആ ഡെപ്പോസിറ്റുകൾ അവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കാറുണ്ട്. ഇതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പലിശ നൽകുന്നു. ഈ പലിശ നിരക്കിനെയാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്നറിയപ്പെടുന്നത്. കൊമേഴ്സ്യൽ ബാങ്കുകൾ അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കരുതൽ ധനവുമായി സൂക്ഷിച്ചിരിക്കണം. ഇതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിലെ പണലഭ്യത അഥവാ മണി സപ്ലൈ നിയന്ത്രിക്കുന്നത് ആ രാജ്യത്തെ കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയിലത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്ന പോളിസികളാണ് മോണിറ്ററി പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മോണിറ്ററി പോളിസിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ പറഞ്ഞതൊക്കെയും.